ഹായ് ഫ്രണ്ട്സ്, 4ാം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. 2 പാർട്ടുകളിലായി 11 യൂണിറ്റുകളാണ് ഗണിതത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഒരു ഔട്ട്ലൈൻ ലഭിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. രക്ഷിതാക്കൾക്കും കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിലെ യൂണിറ്റുകൾ എന്ന് പറയുന്നത് 1 മുതൽ 6 വരെ യൂണിറ്റുകൾ അടങ്ങിയതാണ്. ഓരോ യൂണിറ്റിലും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത് ലൈൻസ് ആൻഡ് ഷേപ്സ് ആണ് യൂണിറ്റിന്റെ പേര്. അപ്പം അടിസ്ഥാനപരമായ 3 ഷേപ്സുകൾ നമ്മൾ ഈ പാഠത്തിൽ പരിചയപ്പെടുന്നു. ധാരാളം ഷേപ്സുകൾ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്ക് നോക്കാം. ഒന്ന് റെക്റ്റാങ്കുലർ ആണ്. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ചതുരം അല്ലെ. രണ്ടാമത്തത് ട്രയാങ്കിൾ ആണ്, ത്രികോണം. മൂന്നാമത്തത് സർക്കിൾ ആണ്, വൃത്തം. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 രൂപങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ടാൻഗ്രാം എന്ന് പറയുന്നത്. ടാൻഗ്രാം ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഒരു തീമാണ്. ഇവിടെ ഒരു ഷേപ്പ് കാണാം, സ്ക്വയർ ആണ്. നേരത്തെ സ്ക്വയർ നമ്മൾ അതിൽ കൊടുത്തിട്ടില്ല. സ്ക്വയർ ഈസ് ആൾസോ എ റെക്റ്റാങ്കിൾ. സ്ക്വയറും ഒരു റെക്റ്റാങ്കിൾ തന്നെയാണ്. സ്ക്വയറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? 4 വശവും തുല്യമായിരിക്കും. ഇനി നോർമൽ റെക്റ്റാങ്കിളിനാണെങ്കിൽ 2 വശം ഓപ്പോസിറ്റ് സൈഡാണ് ഈക്വൽ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് ഈ ടാൻഗ്രാം സെറ്റിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. 7 ഷേപ്സ് ആണ് ടാൻഗ്രാം സെറ്റിൽ ഉണ്ടാവുക. അതിൽ തന്നെ 1, 2, 3, 4, 5 5 ട്രയാങ്കിൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു സ്ക്വയറും ഉണ്ടാകും, ഒരു പാരലലോഗ്രാമും ഉണ്ടാകും. ഇങ്ങനെയാണ് 7 രൂപങ്ങളാണ് ഈ ടാൻഗ്രാം സെറ്റിൽ ഉണ്ടാവുക. ഇതുപയോഗിച്ച് ധാരാളം വെറൈറ്റി ആയിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് മോഡൽസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാറ്റ്, സ്ലീപ്പി കാറ്റ്, ക്യാമല്, റാബിറ്റ്, ചിക്കൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം രൂപങ്ങൾ, ഷേപ്സുകൾ, ജീവികളുടെയും മറ്റുമൊക്കെ ചിത്രങ്ങൾ നമുക്ക് ഇത് വെച്ച് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടാൻഗ്രാം സെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല ചിത്രങ്ങൾ, വെറൈറ്റി ആയ ചിത്രങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെയാണ് കുറച്ച് 3D ഷേപ്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഫസ്റ്റ് എന്താണ്? കോണാണ് അല്ലേ. കോൺ നമുക്ക് സാധാരണ പരിചിതമായ ഒരു ഷേപ്പാണ് കോൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ക്യൂബാണ്. ഓക്കെ, ഡൈസ് ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. മൂന്നാമത് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആണ്. അടുത്തത് സ്ഫിയർ ആണ്. ഇങ്ങനെ 3D ഷേപ്സുകളും ഈ പാഠത്തിൽ ജസ്റ്റ് പരിചയപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പോൾ 2D ഷേപ്സും 3D ഷേപ്സുകളുമായിട്ട് ധാരാളം രൂപങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി രണ്ടാമത്തെ യൂണിറ്റ്, 1ാമത്തെ യൂണിറ്റിൽ വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. 2ാമത്തെ യൂണിറ്റിലെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1000 കടന്ന്, ബിയോണ്ട് 1000 എന്നാണ് യൂണിറ്റിന്റെ പേര്. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, സംഖ്യാബോധം. 20,000 വരെയുള്ള സംഖ്യാബോധം നമ്മൾക്ക് വേണം. അഥവാ സംഖ്യ 20,000 വരെ നമുക്ക് എണ്ണാനും അത് വായിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ സംഖ്യാവ്യാഖ്യാനം 10,000 വരെ, അതായത് 10,000 വരെയുള്ള സംഖ്യകളെ കൊണ്ട് ക്രിയകൾ ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. ഇത് ഈ യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെടുന്നു. അതുപോലെ തന്നെ സംഖ്യാ പാറ്റേണുകളുണ്ട്, നാണയങ്ങളും കറൻസികളും ഉണ്ട്. സംഖ്യകൾ അക്ഷരത്തിലും അക്ഷരത്തിലും എഴുതാനുണ്ടാകും. അതും നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആരോഹണക്രമം, അവരോഹണക്രമം, അഥവാ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. അബാക്കസ് അഥവാ ചെറുതിൽ നിന്ന് വലുതിലേക്കും വലുതിൽ നിന്ന് ചെറുതിലേക്കുമൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അബാക്കസ് തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ഈ യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെടുന്നതാണ്. ഇനി 3ാമത്തെ യൂണിറ്റ് നോക്കാം. ഹൗ മെനി നമ്പേഴ്സ് ആണ്. എത്ര സംഖ്യകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തുടക്കത്തിലുള്ള യൂണിറ്റുകളൊക്കെ വരുന്നത്. അതിൽ റോമൻ സംഖ്യകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. പിന്നെ 4 അക്ക സംഖ്യകളുടെ വ്യാഖ്യാനം നമ്മൾ തുടങ്ങുന്നു. അക്കങ്ങളുടെ തുക നമ്മൾ മനസ്സിലാക്കുന്നു. നാണയങ്ങളും കറൻസികളും ഈ യൂണിറ്റിലും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് കൂടുന്ന കൂട്ടമാണ്, ഇൻക്രീസിങ് നമ്പേഴ്സ് ആണ്. വ്യത്യസ്ത രീതിയിൽ സങ്കലന ക്രിയകൾ ചെയ്യുക. അഥവാ നമ്മൾ ഇവിടെയാണ് അഡീഷൻ ആരംഭിക്കുന്നത്. നമ്മൾ കൂട്ടുക എന്ന പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് അഡീഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഈ യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് സമയവുമായി ബന്ധപ്പെട്ടാണ്, നേരമായി എന്ന പാഠം, ഇറ്റ്സ് ടൈം എന്ന യൂണിറ്റ്. ഈ യൂണിറ്റിൽ സമയം വിശദമായിട്ട് പരിചയപ്പെടുന്നു. സമയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്: 1 മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്. പിന്നെ ക്ലോക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്.
കലണ്ടറുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ അതും വരുന്നുണ്ട്. 6ാമത്തെ യൂണിറ്റ് കുറയുന്ന കൂട്ടം, ഡിക്രീസിങ് നമ്പേഴ്സ് ആണ്. വ്യത്യസ്ത രീതിയിൽ വ്യവകലന ക്രിയകൾ ചെയ്യുക, അഥവാ സബ്ട്രാക്ഷൻ ആണ്. കുറയ്ക്കുക, മൈനസ് ചെയ്യുക. അപ്പോൾ നേരത്തെ ആഡ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ്, ആഡ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് നമ്മൾ കടന്നുപോയി. ഇനിയിപ്പോൾ 6ാമത്തെ യൂണിറ്റിൽ പറയുന്നത് മൈനസ് ചെയ്യുക അഥവാ സബ്ട്രാക്ഷൻ, അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത രീതിയിൽ സബ്ട്രാക്ഷൻ പരിചയപ്പെടുന്നുണ്ട് ഈ യൂണിറ്റിൽ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും യൂണിറ്റുകളാണുള്ളത്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. 7 മുതൽ 11 വരെയുള്ള യൂണിറ്റുകളാണ്. ഇത് ഓരോന്നും എന്തൊക്കെയാണ് ഈ യൂണിറ്റിൽ വരുന്നത് എന്നും കൂടെ നോക്കാം. അതിൽ 7ാമത്തെ യൂണിറ്റ് പെരുക്കൽ പെരുമയാണ്, അഥവാ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. വ്യത്യസ്ത രീതിയിൽ ഗുണനക്രിയകൾ ചെയ്യുന്നത്. ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ അഡീഷനും സബ്ട്രാക്ഷനും ഓരോ യൂണിറ്റിലായി പരിചയപ്പെട്ടു. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുന്നത്. അപ്പോൾ വ്യത്യസ്ത രീതിയിൽ അതും നമ്മൾക്ക് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇനി അളവുകളുമായി ബന്ധപ്പെട്ടാണ് അടുത്ത യൂണിറ്റ് വരുന്നത്. മെഷറാണ്, മെഷറിങ് ലെങ്ത്സ്. അപ്പോൾ അളവുകൾ മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ, ഇങ്ങനെ മെഷർ ചെയ്യാം. ലെങ്ത്, നീളം അളക്കുക എന്നുള്ളതാണ് ഈ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശദമായിട്ട് ഈ യൂണിറ്റിൽ പരിചയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത നോക്കൂ, തുല്യമായ കൂട്ടം, ഈക്വൽ ഗ്രൂപ്പാണ്. അതായത് വ്യത്യസ്ത രീതിയിൽ ഹരണക്രിയകൾ ചെയ്യുക. ഇപ്പം ചതുഷ്ക്രിയകൾ 4 ആയി. വ്യത്യസ്ത രീതിയിൽ ഹരണക്രിയകൾ ചെയ്യലാണ്, അഥവാ നമ്മൾ ഡിവിഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യൂണിറ്റ് വരുന്നത്. അപ്പം നമുക്ക് 4 ചതുഷ്ക്രിയകൾ എല്ലാം പരിചയപ്പെട്ടു. അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും 4 ക്രിയകളും വ്യത്യസ്ത യൂണിറ്റുകളായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു. അളന്നും തൂക്കിയും, അല്ലേ? മെഷറിങ് വെയിറ്റ് ആണ്. നേരത്തെ നമ്മൾ ലെങ്ത് ആണ് മെഷർ ചെയ്തത്, ഇവിടെ വെയിറ്റ് ആണ്. അപ്പോൾ ഭാരം അളക്കുന്നത് അതിൻ്റെ യൂണിറ്റ്സ് ആണ് ഗ്രാം, കിലോഗ്രാം, കിൻഡല്, ടണ്ണ്. അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് 4ാം ക്ലാസ്സിൽ. അപ്പോൾ അവസാനത്തെ ഒരു യൂണിറ്റും കൂടെ ഉണ്ട്. ആ യൂണിറ്റിൽ ചിത്രങ്ങൾ കഥ പറയുന്നു എന്നാണ്. പിക്ചർ ടെൽ എ ടെയിൽ. അതായത് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചില ആശയങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. അതാണ് ചിത്രരൂപത്തിലുള്ള വിവരങ്ങൾ അപഗ്രഥിച്ച് നിഗമനങ്ങൾ രൂപീകരിക്കൽ. ഇത് പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ, ഇത്രയും കാര്യങ്ങൾ 4ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ യൂണിറ്റിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എന്തൊക്കെയാണ്? 4 ചതുഷ്ക്രിയകൾ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അതുപോലെ തന്നെ മെഷർ ചെയ്യുക, അളവുകളുമായി ബന്ധപ്പെട്ട്, അഥവാ നീളം അളക്കാനുണ്ടാകും, ഭാരം അളക്കാനുണ്ടാകും. ഇങ്ങനെ 2 അളവുകളുടെ വ്യത്യസ്ത രീതിയും പഠിക്കുന്നുണ്ട്. സമയം, കലണ്ടർ, ഇത്രയും ഏരിയകൾ നമ്മൾ 4ാം ക്ലാസ്സിൽ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരം ആശയങ്ങളൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ നേരത്തെ പഠിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരം ആശയങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുള്ളത് കൊണ്ട് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ലഭിക്കുന്ന അറിവുകളൊക്കെ ശേഖരിച്ചു വെക്കുക. നേരത്തെ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് 4ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ ഒരു വിഷയത്തെപ്പറ്റി, ആശയങ്ങളെപ്പറ്റി കൃത്യമായ ധാരണ ലഭിക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ തന്നെ LSS നിങ്ങൾക്കറിയാം, CM Kids സ്കോളർഷിപ്പ് വളരെ പ്രധാനപ്പെട്ട എക്സാമാണ്. ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ അവർക്കും എന്താണ്, ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കലും പഠിച്ചിരിക്കലും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഒരുപാട് എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ഷന്, അഡീഷന്, അതുപോലെ തന്നെ ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷന്, ഇതൊക്കെ നേരത്തെ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ അളവുകളുമായി ബന്ധപ്പെട്ട് 2 അളവുകളാണ്. ഒന്നെന്താണ്? വെയിറ്റ് അളക്കാനുമാണ്, ലെങ്ത് അളക്കാനുമാണ്. ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ സ്ഥിരമായി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നേരത്തെ മനസ്സിലാക്കി വെക്കുക. വീട്ടിലുണ്ടാകും അളവ്, തൂക്കവുമായി ബന്ധപ്പെട്ട ഓരോ പാക്കറ്റ്സിൻ്റെ അളവുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് നോക്കാം. അങ്ങനെ കടകളിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റുകളിലും മറ്റുമൊക്കെ തൂക്കവുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട്. അതൊക്കെ നേരത്തെ മനസ്സിലാക്കി വെക്കുക. ലെങ്ത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നേരത്തെ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. സമയം, കലണ്ടർ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി എല്ലാം മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ആശയങ്ങളാണ്. പക്ഷെ നമ്മൾ ആ കൃത്യസമയത്ത് അതെല്ലാം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടും. 4ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഏരിയകളും ടച്ച് ചെയ്തിട്ടാണ് 4ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പോകുന്നത്. ഇനി നമ്മൾ 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴും ഇതിൻ്റെ തൊട്ടടുത്ത ലെവലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.